ഒരു ദിവസം സൂഫി പറഞ്ഞു ഇത്രേ. സൂഫി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഈ കാണുന്ന സൂഫിയോടൊന്നല്ല, അള്ളാനെ മാത്രം പ്രണയിച്ച് നടക്കുന്ന ആൾക്കാണ് സൂഫി എന്ന് പറയാം. അപ്പൊ ഒരു ദിവസം സൂഫി പറഞ്ഞു ഇത്രേ, ഒരു കാര്യം നോക്കിയാൽ അള്ളാഹുവിനേക്കാൾ മെച്ച ഞാനാണ്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന് ഒന്നിനും പറ്റാത്ത ഈ ഞാനാണുള്ളത്, എനിക്കോ എന്തിനും പോകുന്ന അള്ളാഹു ആണുള്ളത്. അതൊക്കെ ഒരു വർത്തമാനമാ, പ്രണയം മത്ത് പിടിച്ചു പോയവരുടെ വർത്തമാനം. ഒരാളങ്ങട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളങ്ങട്ട് ആയി മാറണേ. അല്ല പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്നെ പ്രണയിച്ചാൽ കുന്തു ബസറഹുല്ലദി യബ്സുറുബിഹി വസംഅഹുല്ലദി യസ്മഹുബിഹി വരിജലഹുല്ലദി യംശീബിഹാന്ന്. ഞാൻ നിങ്ങൾ നടക്കണ കാലാകും, നിങ്ങൾ നോക്കണ കണ്ണാകും, നിങ്ങൾ എടുക്കണ കൈയാകുന്നു. ഇങ്ങനെ ഏത് കാമുകി ഞങ്ങളോട് പറഞ്ഞിക്കണേ? നിങ്ങൾ പറഞ്ഞേരി, നിങ്ങൾ പറഞ്ഞേരി. ഫദ്കുറൂനി അതുക്കുറുക്കും, നിങ്ങൾ ഇന്നെ ഓർത്താ ഞാൻ നിങ്ങളെ ഓർക്കുന്ന അല്ല പറഞ്ഞത്. ഇങ്ങനെ ഏത് കാമുകി ഞങ്ങളോട് പറഞ്ഞിക്കണത്? അപ്പൊ യഥാർത്ഥമായി പ്രണയിക്കാൻ അർഹനാരാ? അള്ളയാണ്. നിങ്ങൾ അള്ളാനെ പ്രണയിക്കുക, നിങ്ങൾ നഷ്ടത്തിലാവൂല. നിങ്ങൾ ആരെയും പ്രണയിച്ചുക്കണോ? ഏത് പ്രണയം? ഇന്ന് ഈ കാണുന്ന പോലത്തെ പ്രണയല്ല. ഇന്ന് കാണുന്ന പ്രണയൊക്കെ എന്ന് പറഞ്ഞാല് പ്രണയിച്ചതിനേക്കാൾ മനോഹരമായത് അപ്പുറത്ത് കാണുമ്പോ പ്രണയിച്ചതിനെ വഞ്ചിച്ചു പോകുന്ന കാല. ആ കാലത്താ ഞാൻ ഈ പറയണത്. നിങ്ങൾക്കറിയോ, ആത്മാർത്ഥമായി പ്രണയിച്ച പ്രണയിനികളൊക്കെ കടന്നുപോയ ലോകാണിത്. അതുകൊണ്ടാണ് തന്റെ കാമുകിയെ പ്രണയിച്ച് മത്തുപിടിച്ചു പോയി ഭ്രാന്തനായി പോയ ഇംറുൽ കൈസ് തന്റെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ തന്റെ കൂട്ടുകാരോട് പറഞ്ഞുത്രേ, ഒന്ന് നിൽക്കണേ നബിക്ക്, നമ്മക്കൊന്ന് കരയാം കൂട്ടുകാരെ. എന്റെ കാമുകി താമസിച്ചിരുന്ന വീടിനെ കുറിച്ച് ഓർത്തിട്ട് നമുക്കൊന്ന് കരയാൻ കൂട്ടുകാരെ. ഏതാ വീട്? ദഹൂലിന്റെയും ഹൗമലിന്റെയും ഇടയിലുള്ള വലിയൊരു കുന്നിന്റെ മുകളിലാ ആ വീട്. നിങ്ങൾക്കറിയോ, എന്റെ കാമുകി എനിക്ക് പകർന്നു തന്ന പ്രണയത്തിന്റെ പ്രണയകാവ്യങ്ങളെ മായ്ച്ചു കളയാൻ തെക്കൻ കാറ്റിനോ വടക്കൻ കാറ്റിനോ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ഓ, എന്തൊരു വാക്കാണത്! ആത്മാർത്ഥമായ പ്രണയിനികളുടെ നാവുന്നേ ഇങ്ങനത്തെ വാക്കുകൾ വരുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാല്, ഒരാളങ്ങട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ അയാളായി അങ്ങോട്ട് മാറണേ. അതാണ് ഇവിടെ സൂഫിക്ക് സംഭവിച്ചത്. സൂഫി അള്ളാനെ പ്രണയിച്ചപ്പോ പിന്നെ കാണുന്നതൊക്കെ അല്ലായി മാറി.